മലയാള സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് എം.ടി. വാസുദേവൻ നായരെന്നും ഒരു കാലഘട്ടത്തിന്റെ പരിച്ഛേദനമാണ് അദ്ദേഹത്തിന്റെ കൃതികളെന്നും മന്ത്രി ഡോക്ടർ ആർ. ബിന്ദു പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എം.ടി. വാസുദേവൻ നായർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നന്നേ ചെറുപ്പത്തിൽ തന്നെ മനോഹരമായ കവിതകളിലൂടെ മലയാളിയുടെ മനസ്സിൽ സവിശേഷമായ സ്ഥാനം നേടാൻ എം.ടിക്ക് കഴിഞ്ഞു. തന്റെ തലമുറയെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ആധുനികത്വ ഭാവുകത്വത്തിന് വിത്തിട്ട ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായി മലയാള സാഹിത്യ ചരിത്രത്തിൽ വ്യതിരിക്ത ശോഭയോടെ എം.ടി. എക്കാലത്തും ഉണ്ടാകും. നാലുകെട്ടുകൾ നിലനിർത്താനല്ല, അത് പൊളിച്ചെഴുതാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വർഗീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ തൻ്റെതായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എഴുത്തിന്റെ മേഖലയിൽ എന്ന പോലെ ചലച്ചിത്ര മേഖലയിലും എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എം.ടി. എന്നും എം.ടി. ഇല്ലാത്ത സാഹിത്യ മേഖല വലിയ ശൂന്യതയാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. അക്കാദമി ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പി. ബാലചന്ദ്രൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജീവിതത്തിൽ തൊട്ടതെല്ലാം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞ ഒരു മഹനീയമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എം.ടി. എന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ. രാജൻ പറഞ്ഞു. കയ്യെത്തിപ്പിടിക്കാവുന്ന എല്ലാ സമ്മാനങ്ങളെയും മലയാളത്തിന്റെ മണ്ണിലേക്ക് തന്റെ മഹനീയമായ സാംസ്കാരിക നിലകൊണ്ടെത്തിച്ച എം.ടി. എന്ന രണ്ടക്ഷരം കാലം ഉള്ളിടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നതെന്നും മന്ത്രി രാജൻ അനുസ്മരിച്ചു. അക്കാദമി സെക്രട്ടറി സി.പി. അബൂബക്കർ, പ്രസിഡന്റ് കെ. സച്ചിദാനന്ദൻ, വൈശാഖൻ, ഡോക്ടർ സീരാവുണ്ണി, അശോകൻ ചെരുവിൽ, ആലങ്കോട് ലീലാകൃഷ്ണൻ, പ്രിയനന്ദനൻ, ബാലമുരളീകൃഷ്ണ, ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ എം.ടി.യെ അനുസ്മരിച്ചു. TCV തൃശൂർ.